ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെജിനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഓലൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഓലൻ. നമ്മൾ സദ്യയിൽ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഓലൻ എപ്പോഴും ഉപ്പ് കുറവായിട്ടായിരിക്കും ഉണ്ടാകുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങയും 1/2 കപ്പ് വൻപയറുമാണ് എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ ഇതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി കുമ്പളങ്ങ തൊലിയൊക്കെ നീക്കം ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ. വൻപയർ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് ഇതേമാതിരിയാണ് മുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു, ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ കറക്റ്റാണ്. ഇനി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2ാം പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില നന്നായിട്ട് കയ്യിൽ ഞെരടി പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങി വരും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ മൂടി വെക്കാതെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഈ സമയം ഇതിലേക്ക് 1/2 കപ്പ് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ചെറിയൊരു തള വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇട്ട് കൊടുക്കുന്നോ അത്ര ടേസ്റ്റ് കൂടും കേട്ടോ ഓലന്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ഇനി നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. ഈ ഓലൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്താൽ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ബെല്ലൈക്കണിൽ ഓൾ എന്നമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.